ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മനോഹർ സരിയുവിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ തടി തപ്പി പോയിരിക്കുക കേട്ടോ. ഇനി മനോഹർ സരിയുവിന്റെ അടുത്ത് വരാനൊന്നും പോകുന്നില്ല. അങ്ങനെ മനോഹറിന്റെ അടുത്തേക്ക് പെട്ടെന്നൊരു പെണ്ണ് കയറി വരുവാണ്. മനോഹർ കേൾക്കുമ്പോ ഇത് ഏത് പെണ്ണാന്ന് നോക്കുമ്പോഴേക്കും ശരിക്കും പറഞ്ഞ ആണാണ് കേട്ടോ, അത് ജിഷ്ണു ആണ്. അപ്പൊ ജിഷ്ണുവിന്റെ പെണ്ണിന്റെ വേഷത്തിൽ വന്നിരിക്കുകയാണ്. കണ്ടാൽ പോലും മനസ്സിലാവില്ല, പെണ്ണിന്റെ അതേ രൂപം തന്നെയാണല്ലോ. മനോഹർ വിചാരിക്കും, അയ്യോ ഇവളെ കണ്ട് എന്തൊരു സുന്ദരിയാണ്, എന്റെ അടുത്ത മണവാട്ടി പെണ്ണ്, എന്റെ അടുത്ത ഭാര്യ ഇവള് തന്നെ, ഉറപ്പിച്ചു. ഇവളെ എങ്ങനെയെങ്കിലും മുട്ടി ഇവളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം. സരയു പോണെങ്കിൽ പോട്ടെ, അവിടെ നിന്ന് വലിയ മെച്ചമൊന്നും ഉണ്ടായില്ല, ഇനി കിട്ടാനോ ഒന്നും പോണില്ല. അയാള് ഒരു 10 പൈസ എനിക്ക് തരാൻ പോണില്ല. എന്തായാലും അവിടെ നിന്ന് ഇപ്പോഴെങ്കിലും രക്ഷപ്പെട്ടല്ലോ. പക്ഷെ എന്റെ മോള് കുഞ്ഞാറ്റ, അവളെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമം. സാരില്ല, ഇവിടെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുമ്പോൾ ആ വിഷമങ്ങൾ മറന്നോളും എന്ന് മനോഹർ വിചാരിക്കുകയാണ്. ശേഷം മനോഹർ ഈ പെണ്ണിന്റെ പുറകെ നടക്കാട്ടോ. ആണ് പെണ്ണായി വന്നിരിക്കുന്നത്, അതിന്റെ പുറകെ ഇങ്ങനെ നടക്കുവാണ്. അപ്പൊ മനോഹറിനെ വീഴ്ത്താൻ തന്നെ വേണ്ടിയിട്ടാണ് ഇവര് വന്നിരിക്കുന്നത്. അപ്പൊ മനോഹറിനെ കാണുമ്പോ തന്നെ ചെറിയൊരു ഇളക്കം പോലെ കാണിക്കണം. അപ്പൊ മനോഹർ, ഇവള് വീണ തന്നെ, എന്നെ കണ്ടപ്പോ തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, ഇത് എന്നെ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹർ ആ പെണ്ണിന്റെ പുറകെ നടക്കാണ്. അവർക്കും ചെറിയ രീതിയിൽ ഇഷ്ടം പോലെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പതുക്കെ പതുക്കെ മനോഹർ ആ പെണ്ണായിട്ട് ഇങ്ങനെ അങ്ങനെ ലൈനൊക്കെ ആയിട്ട് ഇങ്ങനെ, അതായത് സെറ്റ് ആയിട്ട് ഇങ്ങനെ പ്രണയമൊക്കെ നടിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കിരണവും കല്യാണിക്ക് ഇത് കാണുന്നുണ്ട്. ഇവൻ പുതിയ പൊളിങ്കൊമ്പ് പിടിച്ചെന്ന് തോന്നണല്ലോ കല്യാണി എന്ന് പറയാണ്. ശരിയാണ്, സരുവിനെ വിട്ടെന്ന് തോന്നുന്നു. ഇപ്പൊ സരുവിന്റെ വീട്ടിൽ ഇപ്പൊ മനോഹറിനെ കാണുന്നൊന്നുമില്ല. ആണോ, സരുവിനെ ഉപേക്ഷിച്ചോ ഇവൻ? ഉപേക്ഷ മട്ടാണ്, അവിടെ നിന്നൊന്നും കിട്ടില്ലെന്ന് ഇയാൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. ബഗാസിന്റെ കാര്യം എന്തായാലും തീർന്നല്ലോ, പിന്നെ അവിടെ കാര്യമായിട്ടൊന്നുമില്ല. ആകുള്ളൂ സരുവിന്റെ കുറച്ച് സ്വർണ്ണമാണ്, അതാണെങ്കിൽ അവള് കൊടുക്കാനും പോണില്ല. അതുകൊണ്ട് എന്തായാലും അതുണ്ടോ തന്നെ ആർക്കറിയാം. അതുകൊണ്ട് തന്നെ മനോഹർ പോയി കളയാൻ ചാൻസ്. എന്തെങ്കിലും ചെയ്യട്ടെ, നമുക്ക് ഇതിൽ ഇടപെടണ്ട, കാരണം ഒരുപാട് കേസുകൾ നമ്മുടെ തലക്ക് ചുറ്റുമുണ്ട്. എന്തായാലും അവൻ പക്ഷെ പുറകെ നിൽക്കുന്ന പെണ്ണിന് എന്തൊരു ദുരൂഹത ഉള്ള പോലെ എന്ന് കിരൺ പറയാണ്. അതെ, എനിക്കും കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്, നമുക്ക് നോക്കാം എന്നൊക്കെ കിരൺ പറയാട്ടോ. അങ്ങനെ മനോഹർ ഈ പെണ്ണ് പുറകിൽ ഇങ്ങനെ നടക്കാണ്. നല്ലൊരു ഇടിവെട്ട് പണി തന്നെയാട്ടോ ജിഷ്ണു കൊടുക്കാൻ പോണത്. അത് ആരുടെ, മനോഹർ സ്നേഹിച്ച് കല്യാണം കഴിച്ച് പറ്റിച്ച് ഏത് പെണ്ണിന്റെ ആങ്ങളെയാണെന്ന് അറിയില്ല. എന്തായാലും വലിയ ഏത് പൊസിഷൻ നിൽക്കുന്ന ഒരു ആങ്ങളെ ആയിട്ടാണ് കേട്ടോ വരാൻ പോണത്. എസ്ഐയോ അങ്ങനത്തെ എന്തോ ഒരു മേലുദ്യോഗസ്ഥൻ തന്നെയാണ് അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ വരുന്നത്. മനോഹറിനെ കൈയോടെ പിടിക്കാൻ വേണ്ടി തന്നെ കുറെ പ്രാവശ്യം കയ്യിൽ നിന്ന് വഴുതിപ്പോയൊരു സാധനമാണ് മനോഹർ. അപ്പൊ ഇങ്ങനത്തെ ഈ രീതിയിൽ വന്നാലല്ലേ മനോഹറിനെ പിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടിട്ടാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.